പ്രിയപ്പെട്ടവർ, നല്ല നമസ്കാരം. നിങ്ങൾ ഈ കാണുന്ന ചേലൊത്ത പാടശേഖരം എവിടെയാണെന്നറിയോ? അത് കാടുകുറ്റി പഞ്ചായത്തിലെ കണ്ണഞ്ചിറ പാടശേഖരമാണ്. അവിടെ നിൽക്കുന്നത് കുറേ പാവം കർഷകരും എന്ത് ചെയ്യണമെന്നറിയാതെ മിഴിച്ച് നിൽക്കുകയാണ്. ഈ തൊട്ടടുത്ത് തന്നെ ഒരു നീല ഷീറ്റ് ഇട്ട് ഒരു തിണ്ട് പോലെ പൊതിഞ്ഞു വെച്ചേക്കുന്ന സംഭവം കണ്ടോ? അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളമൊന്നല്ല, അതാണ് ഇവിടുത്തെ കർഷകർ ഈ പാടത്ത് കൃഷി ചെയ്തതിന് ശേഷം കിട്ടിയ വിളവ് അത് വിത്താക്കി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ അത് ഇവിടുന്ന് കൊണ്ടുപോകണം. ആരാണോ ഇവർക്ക് ഈ വിത്ത് കൊടുത്ത് ഇതുപോലെയുള്ള പ്രലോഭനം നൽകിയത് അത് വാങ്ങിച്ചു കൊണ്ടുപോകേണ്ടവർ ഓരോ തൊടുന്യായം പറഞ്ഞ് ഈ കർഷകരെ എങ്ങനെ പ്രതീക്ഷ കൊടുത്ത് നിർത്തിയേക്കാണ്. മഴ പെയ്യുന്നതോടുകൂടി ഇത് നശിക്കുന്നതോടുകൂടി പ്രതീക്ഷയൊക്കെ മാറും. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൃഷിയെയും കർഷകരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർക്ക് വേണ്ട പുതിയ ആധുനിക സംവിധാനങ്ങൾ നൽകി ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ച് കർഷകർക്കും കൃഷിക്കൊക്കെ കൈത്താങ്ങായി നിൽക്കേണ്ട ഒരു സംവിധാനമാണ് കൃഷി വകുപ്പ്. നമ്മുടെ കൃഷി വകുപ്പിൽ എണ്ണമറ്റ ഗവേഷണ സംഘങ്ങളുണ്ട്. ഇഷ്ടം പോലെ 5 6 ഇഷ്ടം പോലെ ശമ്പളം വാങ്ങിച്ച് ജീവിക്കുന്ന കുറേ ആളുകൾ. അങ്ങനെയുള്ള കുറച്ച് ടീംസ് ഒരു പണി കൊടുത്തതാണ് ഈ കണ്ണഞ്ചിറ പാടശേഖരത്തുള്ള കർഷകർക്ക്. ഒരു കുഴപ്പമില്ലാണ്ട് അവരവർ കൃഷി ചെയ്ത് അതിൽ നിന്നും കിട്ടുന്ന വിളവ് ഏതെങ്കിലും വിൽപ്പന കേന്ദ്രത്തിൽ കൊടുത്ത് വരുമാനം മേടിച്ച് കൊണ്ടുപോകുന്ന കർഷകരായിരുന്നു. അതിൻ്റെ ഇടയിലേക്കാണ് പുതിയതായിട്ടുള്ള ആധുനിക സംവിധാനങ്ങളുമായിട്ട് സീഡ് അതോറിറ്റി എന്ന് പറഞ്ഞ ടീം ഈ കൃഷി വകുപ്പിൻ്റെ വരുന്നത്. ഞങ്ങൾ നിങ്ങൾക്ക് വിത്ത് നൽകാം, നിങ്ങളിത് നല്ല രീതിയിൽ കൃഷി ചെയ്ത് ഒരു 20 ടണ്ണോളം നിങ്ങൾ തിരിച്ചു തരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വില തരാം, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറിച്ചതാണ്. ഇതൊക്കെ കേട്ട് ഈ കർഷകർ ഇതിൻ്റെ പിന്നാലെ കൂടി അവർ കൃഷി ചെയ്ത് വിളവ് കിട്ടി എല്ലാ ക്രൈറ്റീരിയകളും പാസ്സായി കഴിഞ്ഞ് ഇപ്പോൾ വീണ്ടും ഓരോ ക്രൈറ്റീരിയകൾ പറഞ്ഞ് 1.5 മാസം കൂടി കഴിയുമെന്നാണ് പറയണത്. 1.5 മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ഥിതി എന്തായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ? ആകപ്പാടെ കൂടി മഴയത്ത് നമ്മുടെ ഈ ആധുനിക വിത്ത് ഇവർ കൃഷി ഇറക്കിയ വെച്ചിരിക്കണ വിത്ത് മുഴുവനും ചളാവും. നെഞ്ചത്തടിക്കണോ വയറ്റത്തടിക്കണോ തലയിലടിക്കണോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് കാടുകുറ്റി പഞ്ചായത്തിലെ കണ്ണഞ്ചിറ പാടശേഖരത്തുള്ള ഈ പാവപ്പെട്ട കർഷകർ. ഗവേഷണം നടത്തുന്ന ടീമുകൾക്ക് പലതരത്തിലുള്ള ഗവേഷണം നടത്തി 5 6 അടിച്ച് ജീവിക്കാമല്ലോ. പക്ഷേ കർഷകർക്ക് അങ്ങനെയല്ലല്ലോ. സ്ഥിതി വളരെ മോശമാണ്. കണ്ണഞ്ചിറ പാടശേഖരത്തിലേക്കാണ് ജയഫേസ് എന്ന് കടന്നു ചെല്ലുന്നത്. ടെസ്റ്റ് അടിക്കുമ്പോൾ ഇത് പാസ്സായിട്ടുണ്ട്. അപ്പോൾ ആ നെല്ല് ഒന്നുമില്ല ഇവർ അവരുടെ ഗോഡൗണിൽ കൊണ്ട് സൂക്ഷിക്കുക. ഇതല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് ഇത് സപ്ലൈക്കാർക്ക് കൊടുക്കാനായിട്ട് അലോട്ട് ചെയ്ത് തരാം. ഈ 2 കാര്യമാണ് ഞങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാനുള്ളൊരു മാർഗ്ഗം ഞങ്ങൾ കണ്ടേക്കണേ. അത് കൃഷി ഭവനിൽ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എത്രയും വേഗം ഇതിനധികാരപ്പെട്ടവർ ഇതിനൊരു നടപടി സ്വീകരിച്ച് ഞങ്ങളെ രക്ഷിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കണം. അവർ അന്ന് ആദ്യം പറഞ്ഞത് 14 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ സാധനം കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിരുന്നത്. അത് വെച്ചിട്ടാണ് ഞങ്ങൾ വിശ്വസിച്ച് ഇതുപോലെ കൃഷി ചെയ്ത് നെല്ലിങ്ങനെ സംഭരിച്ച് വെച്ചിരിക്കുന്നത്. 14 കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമായി പോയിട്ട് 2 മാസം കഴിഞ്ഞു. ഇത് ഇനിയിപ്പോൾ ഇരുന്ന് ഈ വെയിലും കൊണ്ട് മഴയും കൊണ്ട് പുഴുകി വിത്ത് എന്ന ക്വാളിറ്റി ചിലപ്പോൾ നഷ്ടപ്പെടും. ആദ്യം ടെസ്റ്റ് പാസ്സായത് ശരിയാ, പക്ഷേ ഇനി ഇതിന്റെ വിത്തിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടും ചിലപ്പോൾ. അപ്പൊ പിന്നെ അവര് പിന്നെ ഗുണം കിട്ടില്ല. അത് കൊണ്ടുപോയി വിത്തായിട്ട് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് ഗുണം കിട്ടാണ്ട് വരും. ഇതിന് ഈ ഡിപ്പാർട്ട്മെന്റ് ആണ് അതിന് ഉത്തരവാദി, ഞങ്ങളല്ല. ഞങ്ങൾ നല്ല ക്വാളിറ്റി തന്നെയാണ് ഈ സാധനം വീശി വൃത്തിയാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. വിത്തിന്റെ പരുവത്തിൽ വെച്ചിരിക്കുന്നതാണ്. ഇത് വലിയൊരു നീതികേടാണ് ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഒരു പരിഹാരം ഉണ്ടാക്കണം. ഇനി 1.5 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പേപ്പറുകളെല്ലാം തൃശ്ശൂർ പോകണം. തൃശ്ശൂരിൽ നിന്ന് നമ്മളെ തിരുവനന്തപുരത്ത് ഇതിന്റെ ഒരു അതോറിറ്റി ഉണ്ട്. ആ അതോറിറ്റിയിൽ ഇവിടുന്ന് അപ്രൂവൽ കിട്ടിയെങ്കിൽ മാത്രമേ പിന്നെ ഇതിന്റെ അവൈലബിലിറ്റി അനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ വിത്ത് ആർക്കൊക്കെ ആവശ്യമുള്ള അവൈലബിലിറ്റി എന്ന് പറയുന്ന സംഗതി അവർക്ക് കിട്ടുന്ന അവൈലബിലിറ്റി അനുസരിച്ച് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ അവർ ഇത് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഗതി നമ്മളോട് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായില്ല. പക്ഷെ ഫലത്തിൽ ഇപ്പൊ ആൾക്കാർ പറഞ്ഞ മാതിരി ഈ കുറഞ്ഞ അപൂര്യമായി നമ്മളിപ്പോ ഒരു ലോൺ എടുത്ത് പണിയൊക്കെ ചെയ്താണ്. എല്ലാവരും നല്ല ഒരുവിധം കാശിലേക്ക് ഇറക്കിയിട്ടുള്ള പണം പിന്നെ ഒരുപാട് കാശ് ഇറക്കിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒക്കെ അധ്വാനമാണ് ഈ കിടക്കണ സാധനം. ഇനി നല്ല 2 മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ പാടശേഖരം എന്ന് പറയുന്നത് വെള്ളക്കെട്ടുള്ള പാടശേഖരാ. ഈ പാടശേഖരം 2 മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഞാനൊക്കെ നിൽക്കുന്ന ഈ റോഡ് മുങ്ങി പോകുന്ന വെള്ളം 2 ദിവസം. ഞങ്ങൾ ഈ നെല്ല് ഉണക്കി സൂക്ഷിച്ച് കാത്തിരിക്കുന്നത്. ഇതുവരെയായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇവിടെ ഇരിക്കാന്നിട്ട് കുറെ നാളുകളായി. ഇത് മാത്രമല്ല, ഇവിടെ ഈ വർഷത്ത് മാത്രമല്ല കുറെ വീടുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് സാധനങ്ങൾ ഇരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് കൊണ്ടുപോയില്ലെങ്കിൽ വീണ്ടും ഒരു മഴ വന്നാൽ ഇതാകെ നശിച്ചു പോകും. ഞങ്ങളാകെ പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. 2 മാസത്തോടെ ഇപ്പൊ ഇവിടെ ഈ നെല്ലോട് ഇരിക്കാൻ തുടങ്ങിയിട്ട് അത് ഇത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം. വിനീതമായി അഭ്യർത്ഥിക്കും. ഇതിപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതിലേക്ക് ഇറങ്ങുന്നത്? ഞാൻ ആദ്യമായിട്ടാണ്. എന്റെ ഭർത്താവാണ് ഇത് ചെയ്യണത്. ഇവിടെ നമ്മുടെ കൃഷിഭവനിൽ നിന്ന് പറഞ്ഞ് തരിശുഭൂമി ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാവരും സഹകരിച്ച് കുറെ നിലങ്ങൾ പാട്ടത്തിനെടുത്തും തരിശുഭൂമിയും പണിത് ഇത്രയും ബുദ്ധിമുട്ട് ചെയ്ത് ഞങ്ങൾ ബാങ്ക് വഴിക്ക് കടബാധ്യതകൾ വരുത്തി വെച്ചാണ് ഞങ്ങൾ കൃഷി ചെയ്തത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്ത് വെള്ളം റോഡ് ഒഴുകിയപ്പോൾ ഞങ്ങളുടെ നെല്ലിന് കുറച്ച് നഷ്ടങ്ങൾ വന്നു. വീണ്ടും ഉണക്കിയാണ് ഞങ്ങൾ ശരിയാക്കി വെച്ചേക്കുന്നത്. എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ കാടുകുറ്റി പഞ്ചായത്തിൽ കണ്ണഞ്ചിറ പാടശേഖരം എന്ന് പറയുന്നൊരു പാടശേഖരത്തിൻ്റെ ഇടയിലുള്ളൊരു വഴിയിലാണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു പാടശേഖരം.
പണ്ട് ഞങ്ങളുടെ ചാലക്കുടി പ്രദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് നെൽവയലുള്ള സ്ഥലമായിരുന്നു. ഇപ്പോൾ അവശേഷിക്കുന്ന ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ പ്രദേശങ്ങളാണ്. കൃഷി ചെയ്യുന്ന കർഷകരെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ വംശനാശം വന്നു പോയി. അപ്പോൾ ഈ കണ്ണഞ്ചിറ ഈ പാടശേഖരത്തെ ഇപ്പോൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം 35 ഏക്കറോളം സ്ഥലത്ത് കുറേ വർഷങ്ങളായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരാണ് പറയുന്നത്. ഇവരുടെ മുഖത്തേക്കൊന്ന് നിങ്ങൾ നോക്കി നോക്കിയാൽ ഈ ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചാലുള്ള അവസ്ഥയിൽ അതിനേക്കാളും വലത്തുള്ള സ്ഥിതിയിലാണ്. എൻ്റെ പിറകിൽ നിൽക്കുന്ന ചേട്ടൻ മുതൽ അങ്ങോട്ട് നോക്കുക, എൻ്റെ പിറകിൽ ഒരു ചേച്ചി നിൽക്കുന്നുണ്ട്. ഇവർക്കൊക്കെ തന്നെ ഇവരുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യന്തം വേദനാജനകമായ സംഭവം. യാതൊരു പ്രശ്നങ്ങളില്ലാതെ കൃഷി ഇറക്കി അവർക്ക് കിട്ടുന്ന നെല്ല് സാധാരണ സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് കൊടുത്ത് അതുകൊണ്ട് ഉപജീവനം മുന്നോട്ട് പോകുന്ന കർഷകർ. ആ കർഷകരുടെ ഇടയിലേക്കാണ് ഈ കൃഷിഭവൻ എന്ന് പറയുന്ന സംവിധാനം ഇതുപോലെ പറ്റിക്കൽ പരിപാടിയായിട്ട് വന്നത്. പറ്റിക്കൽ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കർഷകരുടെ സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ വെള്ളത്തിലായ പോലെ സ്ഥിതിയാണ്. ഇവർ പറയുന്നു ഈ വിത്തായിട്ട് കൊടുക്കുന്ന സംവിധാനം, ഗുണമേന്മയുള്ള വിത്ത് ഞങ്ങൾ നിങ്ങൾക്ക് തരാം, നിങ്ങളത് കൃഷി ചെയ്ത് ഞങ്ങൾക്ക് വിത്തായിട്ട് തരാം. കൃഷി ഇറക്കി മറ്റെല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു, സംഗതികളൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇപ്പോൾ നെല്ല് പാടത്തിൻ്റെ കരോട്ടുള്ള റോട്ടിൽ ഇതുപോലെ ചാക്കുകളിലാക്കി ഇങ്ങനെ വെച്ചേക്കാണ്. ഈ സംഭവം ഇനിയും പ്രൊസീജിയറുകൾ കിടക്കാണ്. ഈ സീഡ് അതോറിറ്റി ഇത് കളക്ട് ചെയ്യണമെങ്കിൽ വല്ലാത്ത ദുരന്തപൂർണ്ണമായിട്ടൊരു സാഹചര്യത്തിലാണ് ഇവർ നിൽക്കുന്നത്. ഈ കൃഷിഭവൻ, കൃഷി വകുപ്പ് എന്ന് പറയുന്ന സംവിധാനം തീർച്ചയായിട്ടും ഒരു ഉടച്ചു വാർക്കേണ്ട സംഭവം കഴിഞ്ഞു. നിരവധിയായിട്ടുള്ള ഗവേഷണ സംവിധാനങ്ങളും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇതിലുണ്ട്. ഈ കർഷകരെ ഇങ്ങനെ പറ്റിക്കരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞങ്ങൾ യാതൊരു കുഴപ്പമില്ലാണ്ട് ഞങ്ങൾക്ക് കിട്ടുന്ന നെല്ല് കൊടുത്തുകൊണ്ടിരുന്ന സംഭവത്തിൽ ഞങ്ങളുടെ ഇടയിലേക്ക് വന്നിട്ട് ഈ കൃഷി വകുപ്പ് പറയണ്, ഇതാ നിങ്ങൾക്ക് പുതിയൊരു സംവിധാനം, കുറേ കൂടി ഗുണമേന്മയുള്ള നെല്ലാണ് ഞങ്ങൾ തരുന്നത്, അത് വിത്തായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് തിരിച്ചു തരാം, ഞങ്ങൾ അതിനുള്ള എമൗണ്ട് തരാം. സംഭവം ഇതിങ്ങനെ ഓരോ ടെസ്റ്റുകൾ കഴിഞ്ഞ് ടെസ്റ്റുകൾ എല്ലാ ടെസ്റ്റുകളുടെ അപ്രൂവും കിട്ടി ഒക്കെ കിട്ടി. സീഡ് അതോറിറ്റി ഇപ്പോഴും ഈ സാധനം എടുക്കുന്നില്ല. ഇവർ പറയുന്നത് ഇനി വരാൻ പോകുന്ന മഴയത്ത് ഈ സാധനം മുഴുവൻ നശിച്ച് തവിട് പിടിയാവുന്ന ആത്മഹത്യക്ക് തുല്യമാണ്, ഞങ്ങളെ കൊല്ലുന്നതിന് തുല്യമാണ് ഈ സാധനം ഇങ്ങനെ വെള്ളത്തിൽ ചീഞ്ഞളിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഇതൊന്നല്ലെങ്കിൽ നിങ്ങളുടെ സംഭരണ ഗോഡൗണിലേക്ക് ഇത് മാറ്റാനായിട്ട് സഹായിക്കുക, അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്ന സംവിധാനങ്ങളിലേക്ക് ഇത് കൊടുക്കാനായിട്ട് ഇടപെടലിലേക്കെങ്കിലും ഈ കൃഷി വകുപ്പോ അല്ലെങ്കിൽ സീഡ് അതോറിറ്റിയോ ഇടപെടണം എന്നാണ് അവർ പറയുന്നത്. ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു. ഇനി ഏത് സംവിധാനങ്ങൾ ഇതിൽ ഇടപെടാ? കർഷകരുടെ കാര്യം വലിയ ദുരിതത്തിലല്ലേ, വലിയ ദുരന്തപൂർണ്ണമായ രീതിയിലല്ലേ? കൃഷി ചെയ്യുന്നവർക്ക് അറിയാം ഇതിൻ്റെ സ്ഥിതി. പണ്ട് എൻ്റെ അപ്പച്ചൻ ഇതുപോലെ തന്നെ ഉണ്ടാവും. കൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ നെല്ല് കൊണ്ടുവന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. അന്ന് വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ നെല്ല് കൂട്ടിയിട്ട് ഈ സാധനം ചാക്കിലാക്കി വെച്ച് മഴ പെയ്തു. ദയനീയമായിട്ടുള്ളൊരു സ്ഥിതിയായിരുന്നു. ഒരു കർഷകൻ്റെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് അനുഭവിക്കണം. ഈ കൃഷിക്കാരെ മുഴുവനും ഇതുപോലെ പെരുവഴിയിലേക്ക് തള്ളിയിടുന്ന രീതിയിലേക്ക് ഈ കൃഷി വകുപ്പ് പോകരുത്. നിങ്ങൾക്ക് ഗവേഷണം നടത്താനും നിങ്ങൾക്ക് കുറേ പരിപാടികളൊക്കെ നടത്താനുമുള്ള സംവിധാനങ്ങളും അതിൻ്റെ പേരിൽ 5 അക്കോ 6 അക്കോ ശമ്പളം വാങ്ങി വയറും വീർപ്പിച്ച് നടക്കാനായിട്ടുള്ള സംഗതികൾ ഉണ്ടാകും. പക്ഷേ ഈ കർഷകരുടെ ദുരിതത്തിലാണ്. ഈ കർഷകർക്ക് വേണ്ടിയും കൃഷിക്കാർക്ക് വേണ്ടിയൊക്കെ കാർഷിക ഫെസ്റ്റിവൽ, ചാലക്കുടി കാർഷിക ഫെസ്റ്റിവൽ ഇതൊക്കെ നടത്തുന്ന വലിയ സംവിധാനങ്ങളുണ്ട്. നമ്മുടെ ഈ ചാലക്കുടിയിൽ തന്നെ കൂടപ്പുഴയിൽ അഗ്രോ റിസർച്ച് സെൻറ്റർ, എന്തെല്ലാം റിസർച്ച് സെൻറ്ററുകൾ ഒക്കെ കൃഷിക്കാർക്കും കാർഷിക ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉണ്ടെന്നറിയോ? ഈ പാവം കർഷകരുടെ ഈ നെല്ലിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായിന്നറിയോ? ഒന്ന് കണ്ണ് തുറന്ന് പ്രവർത്തിക്കാനായിട്ട് ഏതെങ്കിലും ആളുകളുണ്ടോ? ഈ വാരി വരിച്ച് ഓരോ പരിപാടികൾ നടത്താനും ആളുകളെ വിഡ്ഢികളാക്കാനും പമ്പരം ചുറ്റിപ്പിക്കാനൊക്കെ അല്ലാണ്ട് ആ പാവം കർഷകരുടെ കണ്ണീരൊപ്പാനായിട്ട് ഒരു ഇടപെടൽ അത് സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ ആരാണ് ഇതിൽ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം. ഏതെങ്കിലും ജനപ്രതിനിധികൾ വിഷയത്തിൽ ഇടപെടാൻ പറ്റുമെങ്കിൽ ആ പാവങ്ങൾക്ക് ഒരുപാട് രക്ഷ കിട്ടും. അവർ പറയുന്ന 2 ആവശ്യങ്ങൾ ഇതാണ്. ഒന്നുകിൽ ഇത് ഗോഡൗണിലേക്ക് മാറ്റാനായിട്ടുള്ള സംവിധാനം ചെയ്യണം, അല്ലെങ്കിൽ ഇത് സപ്ലൈ എടുക്കുന്ന സംവിധാനങ്ങളിലേക്ക് മാറ്റി ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപജീവനം കിട്ടാൻ. കുറേ നെല്ല് നശിച്ചുപോയി. ഇങ്ങനെ ഒരു ഒടുക്കത്തടങ്ങുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ കണ്ണഞ്ചിറ പാടശേഖരത്തിലെ കർഷകർ നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്. കുറച്ച് നാളുകൾക്ക് മുന്നേ വളരെ പെട്ടെന്ന് പെയ്ത ഒരു മഴയത്ത് പാടത്ത് കൂട്ടിയിട്ട് നെല്ലുകൾ നശിച്ച കർഷകരുടെ സ്ഥിതി ഞാൻ നേരിട്ട് കണ്ടതാണ്. ആത്മഹത്യയിലേക്ക് നിങ്ങൾ വരെ നയിക്കരുതെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കൃഷിഭവൻ മുഖേനയാണ് ഞങ്ങളുടെ ഈ പാടത്ത് കൃഷി ഞങ്ങൾ ഇറക്കിയേക്കുന്നത്. ഏത് നെല്ലിനാണ് ചേട്ടാ? ഈ പൗർണമി വിത്ത് ഗവൺമെന്റ് തരത്തിൽ കൃഷിഭവനിൽ നിന്ന് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്ന് അവരുടെ നിർദ്ദേശാനുസരണം ഞങ്ങൾ ചെയ്തേക്കുന്ന കൃഷിയാണത്. അപ്പോൾ ഇത് നെല്ല് ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞിട്ട് 20 ടണ്ണിൽ കൂടുതൽ നെല്ലുണ്ടാവണമെന്ന് അവർ പറഞ്ഞിട്ട് ഞങ്ങളത് ഉൽപ്പാദിപ്പിച്ച് തവണത്തെ വിളവ് നല്ലതായിരുന്നു. അങ്ങനെ നെല്ല് ഉൽപ്പാദിപ്പിച്ച് കൊയ്ത് വീശി ഉണക്കി ചാക്കിലാക്കി വെച്ചേക്കണം. ഇത് വെച്ചിട്ട് ഇത് ടെസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ കൊണ്ടുപോകുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞായിരുന്നത്. ഈ ടെസ്റ്റ് കഴിയാൻ ഞങ്ങൾ 2 ആഴ്ച കാത്തിരുന്നു. അത് കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ട് ബ്ലോക്ക് ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പോൾ ബ്ലോക്ക് ഓഫീസുകാർ അത് നേരിട്ട് തൃശ്ശൂർ കൊണ്ടുകൊടുത്തു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് നെല്ല് കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്ലോക്ക് ഓഫീസിൽ നിന്ന് അങ്ങോട്ട് കൊണ്ട് കൊടുത്തത്. ഇത് കൊടുത്തു കഴിഞ്ഞ് അവിടെ ചെന്ന് കൊടുത്തപ്പോഴാണ് അവർ പറയണത് തിരുവനന്തപുരത്തേക്ക് അയച്ചിട്ട് വേണം ഇതിന് ടാഗ് അടിച്ചു വരണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് 1.5 മാസമെങ്കിലും ചുരുങ്ങിയത് പിടിക്കുന്നതാണ് ഇപ്പം പറയണ ഭാഷ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ നെല്ല് റോട്ടിലാണ് വെച്ചേക്കണേ, ഗോഡൗണിലല്ല വെച്ചേക്കണേ. അപ്പൊ ഇത് പല സ്ഥലങ്ങളിലും പാടത്ത് ഷീറ്റ് ഇട്ടൊക്കെയാണ് വെച്ചേക്കണേ. ഇന്നാള് മഴ പെയ്തപ്പോ തന്നെ കുറച്ച് നെല്ലിന്റെ അടിഭാഗം കേടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ കേടുവന്ന നെല്ല് അവരെടുക്കില്ല, കൊടുക്കില്ല. അത് ഞങ്ങൾക്ക് വേറെ നിർവാഹമില്ല കൊടുക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ നെല്ല് എത്രയും വേഗം കൊണ്ടുപോയി ഞങ്ങളെ രക്ഷിക്കണം എന്നുള്ളതാണ്.